ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ദീപാവലി ആശംസകൾ. നിങ്ങളെല്ലാവരും ദീപാവലിയൊക്കെ അടിപൊളിയായിട്ട് ആഘോഷിക്കും എന്നറിയാം. അപ്പോൾ ദീപാവലി സ്വീറ്റ് തന്നെ ആവട്ടെ. ഇന്ന് ദീപാവലിയായിട്ട് മധുരം തരാതിരിക്കുന്നത് ശരിയല്ലല്ലോ. ഇന്ന് നമ്മുടെ ദീപാവലി സ്വീറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് തമ്മിൽ കാണുമ്പോൾ മനസ്സിലാവും ക്യാരറ്റ് കൊണ്ടുള്ള എന്തോ ഒരു റെസിപ്പിയാണെന്നുള്ളത്. നമ്മുടെ ക്യാരറ്റ് ലഡു ആണ് കേട്ടോ. ഞാനതുകൊണ്ട് ക്യാരറ്റിൻ്റെ കളറിലുള്ള ഡ്രസ്സൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ക്യാരറ്റ് ലഡു ആണ് നമ്മൾ തയ്യാറാക്കുന്നത്. പിന്നെ ദീപാവലി റെസിപ്പീസ് ഒരുപാട് നമ്മൾ സ്വീറ്റ്സ് ചെയ്തിട്ടുണ്ട്, അതൊക്കെ കണ്ടിട്ട് ഉണ്ടാക്കുക. ക്യാരറ്റ് ലഡു ഇന്ന് വൈകിട്ട് തന്നെ ഉണ്ടാക്കിയിട്ട് എല്ലാവർക്കും കൊടുക്കുമല്ലോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ക്യാരറ്റ് ലഡു തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിപ്പോൾ 1/4 കിലോ ക്യാരറ്റ് ഗ്രേറ്ററിൻ്റെ ചെറിയ ഹോളിൽ കൂടി ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് എത്രത്തോളം ചെറിയ ഗ്രേറ്ററിൻ്റെ ഹോളിൽ കൂടി ഗ്രേറ്റ് ചെയ്തെടുക്കാമോ അത്രയും ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കുക. പിന്നെ കാഷ്യൂനട്ട് റൈസിൻസ് എടുക്കാം. റൈസിൻസ് എടുക്കുകയാണെങ്കിൽ ബ്ലാക്ക് റൈസിൻസ് എടുക്കുക, അല്ലെങ്കിൽ കാഷ്യൂനട്ട് മാത്രം എടുക്കുക. ഞാനിപ്പോൾ കാഷ്യൂനട്ടാണ് എടുത്തിട്ടുള്ളത്. പിന്നെ പാലെടുത്തിട്ടുണ്ട്, 2 ടേബിൾ സ്പൂൺ പാലെടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ ഡെസിക്കേറ്റഡ് കോക്കനട്ട് എടുത്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ നമ്മൾ സാധാരണ തേങ്ങ ചിരവിയത് ഒരു പാനിലൊന്ന് ചൂടാക്കി എടുത്താലും മതി. പിന്നെ എടുത്തിരിക്കുന്നത് 1/4 കപ്പ് പഞ്ചസാരയാണ്. നമ്മുടെ മധുരത്തിനനുസരിച്ച് 1/4 കപ്പ് മുതൽ 7 ടേബിൾ സ്പൂൺ വരെ പഞ്ചസാര ചേർക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാരയും ഏലക്കയും ചേർത്ത് പൊടിച്ചത്, 3 ടേബിൾ സ്പൂൺ നെയ്യ്. ഇനി നമുക്കൊരു പാൻ ചൂടാക്കി എടുക്കാം. അപ്പോൾ നമ്മളൊരു പാൻ വെച്ചിട്ട് പാൻ ചൂടായി വന്നിട്ടുണ്ട്. പാനിലേക്ക് നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇതേ നെയ്യിൽ തന്നെയാണ് കേട്ടോ നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അതുകൊണ്ട് നെയ്യ് കൂടുതൽ ചേർത്താലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ഒരു 3 ടീസ്പൂൺ നെയ്യ് ചേർത്തിട്ടുണ്ട്. ഈ നെയ്യിലേക്ക് നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കാഷ്യൂനട്ട് ചേർത്ത് കൊടുക്കാം. കാഷ്യൂനട്ട് ഒന്ന് ലൈറ്റായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഒരുപാട് കളർ മാറിപ്പോകുന്ന പോലെ ഫ്രൈ ചെയ്യേണ്ട. നിങ്ങൾക്ക് 1 ടീസ്പൂൺ നെയ്യിൽ ഫ്രൈ ചെയ്യണമെങ്കിൽ 1 ടീസ്പൂൺ നെയ്യിൽ ഫ്രൈ ചെയ്തിട്ട് പിന്നീട് ബാക്കിയുള്ള കാര്യങ്ങൾ ചേർക്കുമ്പോൾ ഓരോന്നായിട്ട് ആഡ് ചെയ്യുമ്പോൾ നെയ്യ് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. പിന്നെ നമ്മൾ ഒരുമിച്ച് തന്നെ നെയ്യ് ചൂടാക്കിയിട്ട് അതിലേക്ക് ഓരോന്ന് ആഡ് ചെയ്താലും കുഴപ്പമില്ല. പിന്നെ പാലിന് പകരം മിൽക്ക് മെയ്ഡ് ചേർക്കാം. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുക, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ നമ്മുടെ കാഷ്യൂനട്ടൊക്കെ ഒന്ന് കുക്കായി തുടങ്ങുന്നുണ്ട്. ഇത്രയും മതി. ഇനി നമുക്ക് കാഷ്യൂനട്ട് ഒരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. ഇതേ പാനിലേക്ക് തന്നെ നമുക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. ക്യാരറ്റ് ചേർത്തിട്ട് ക്യാരറ്റ് ഒന്ന് കുക്കായി വരുന്നത് വരെ ലോ ഫ്ലെയിമിൽ വെച്ച് ഇളക്കി കൊടുക്കുക. ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കണം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കുന്ന പോലെ പാലിൽ കുക്ക് ചെയ്തെടുക്കുന്നൊന്നുമില്ല. അതുകൊണ്ടാണ് നമ്മൾ ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കണം എന്ന് പറഞ്ഞത്. ഇതിലേക്ക് ഫുഡ് കളർ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. വേഗം തന്നെ റെഡിയാക്കി എടുക്കാവുന്ന റെസിപ്പിയാണ് നമ്മുടെ ക്യാരറ്റ് ലഡു. അപ്പോൾ ഒരു 2 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് വഴറ്റിയെടുക്കുക. നമ്മൾ ചെറുതായിട്ടാണ് ഗ്രേറ്റ് ചെയ്ത് തന്നതെങ്കിൽ, അല്ലെങ്കിൽ വലിയ ഗ്രേറ്ററാണ് നമ്മുടെ കയ്യിലുള്ളതെന്നുണ്ടെങ്കിൽ വലിയ ഗ്രേറ്ററിൽ ഗ്രേറ്റ് ചെയ്തതിന് ശേഷം ഒന്ന് പൾസ് ചെയ്തെടുക്കുക. അല്ലെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്തതിന് ശേഷം മിക്സിയുടെ ജാറിലൊന്ന് പൾസ് ചെയ്തെടുക്കുക. ഈവനായിട്ട് ചെറുതാക്കി ഒന്ന് പൾസ് ചെയ്തെടുക്കുക. എപ്പോഴും ചെറുതായിട്ട് കിട്ടണം നമ്മുടെ ക്യാരറ്റ്. അതാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ പഞ്ചസാര ചേർക്കരുത്. ഇപ്പോൾ നമ്മൾ ക്യാരറ്റ് ഒന്ന് കുക്കായി വരുന്നത് വരെ ആ നെയ്യിലൊന്ന് വഴറ്റിയെടുക്കുക. ഇത് അടച്ചു വെച്ചൊന്നും കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. തുറന്ന് വെച്ചിട്ട് തന്നെ നമുക്ക് ഇളക്കി കൊടുത്ത് കുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇടയ്ക്ക് ഒന്ന് അടുപ്പിച്ച് ഒരുമിച്ചാക്കി വെച്ചിട്ട് ഒരു മിനിറ്റ് ഒന്ന് ഒരുമിച്ചാക്കി വയ്ക്കുക. അതിനുശേഷം വീണ്ടും ഒന്ന് ഇളക്കി കൊടുത്ത് കുക്ക് ചെയ്തെടുക്കുക. അങ്ങനെ 2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ 2 മിനിറ്റ് ആയിട്ട് നമ്മുടെ ക്യാരറ്റ് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് ഞാൻ ഒരുമിച്ചാക്കി വെച്ചു, ഇടയ്ക്ക് ഇളക്കി കൊടുത്തു. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർക്കാം. പഞ്ചസാര ഞാൻ പറഞ്ഞില്ലേ 1/4 കപ്പ് മുതൽ 7 ടേബിൾ സ്പൂൺ വരെ ചേർക്കാം. അതുപോലെ തന്നെ തേങ്ങ ചൂടാക്കി ചേർക്കാം, ഇല്ലെങ്കിൽ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ചേർക്കാം. ഏതായാലും കുഴപ്പമില്ല, നമുക്ക് തേങ്ങ ചേർക്കണം എന്നേ ഉള്ളൂ. ഇത് രണ്ടും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഈ സ്റ്റേജിലാണ് നമ്മൾ മിൽക്ക് മെയ്ഡ് ചേർക്കുന്നുണ്ടെങ്കിൽ ചേർക്കേണ്ടത്. ഇല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ പാല് ചേർത്ത് കൊടുക്കുക. ഇതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർക്കുക. ഇനി ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ലോ ഫ്ലെയിം ആയിരിക്കണം, ഏറ്റവും ലോ ഫ്ലെയിം ആയിരിക്കണം. നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് ആ പാലൊക്കെ ഒന്ന് വറ്റി വരണം. മിൽക്ക് മെയ്ഡ് ആണെങ്കിൽ മിൽക്ക് മെയ്ഡ് ഒന്ന് വറ്റി വരുന്നത് വരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക.
ക്യാരറ്റ് ബാക്കി കുക്കാണുള്ളത് ഈ ഒരു പാലിൽ അല്ലെങ്കിൽ മിൽക്ക് മെയ്ഡിൽ കിടന്നിട്ട് കുക്കായി വന്നോളും. പഞ്ചസാരയൊക്കെ ചേർത്ത് കഴിഞ്ഞ് പഞ്ചസാര മെൽറ്റ് ആയി കഴിയുമ്പോൾ നമ്മളൊന്ന് മധുരം ചെക്ക് ചെയ്ത് നോക്കുക. മധുരം കുറവാണെങ്കിൽ മധുരം ചേർത്ത് കൊടുക്കുക കേട്ടോ. പഞ്ചസാര ലാസ്റ്റ് നമ്മൾ ക്യാരറ്റിൻ്റെ മിക്സ് റെഡി ആയി കഴിഞ്ഞിട്ടാണ് ചേർക്കുന്നതെങ്കിൽ പൊടിച്ചിട്ട് മാത്രം ചേർക്കുക. പൊടിക്കാതെ ചേർത്തിട്ടുണ്ടെങ്കിൽ മിക്സായി കിട്ടില്ല. ഒരു 2-3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കേണ്ടി വരികയാണെന്നുണ്ടെങ്കിൽ പൊടിച്ചിട്ട് മാത്രം ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇനി നന്നായിട്ട് വെള്ളം വറ്റിച്ചിട്ട് ഒന്ന് ഡ്രൈ ആക്കിയെടുക്കുക. ഒരുപാട് ഡ്രൈ ആയി പോകണ്ട, ഒരു കുഴഞ്ഞ പരുവത്തിലാക്കിയെടുക്കുക കേട്ടോ. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം പാലിൽ ഒരു 1/2 ടീസ്പൂൺ കോൺഫ്ലവർ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുഴഞ്ഞ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം. അതെന്താണെന്ന് വെച്ചാൽ കുഴഞ്ഞ് കിട്ടുന്നില്ല എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ക്യാരറ്റ് വലുതായിട്ടാണ് ഗ്രേറ്റ് ചെയ്തതെന്നുണ്ടെങ്കിൽ നമുക്ക് കുഴഞ്ഞ് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് 1/2 ടീസ്പൂൺ കോൺഫ്ലവർ ചേർക്കുക എന്ന് പറഞ്ഞത്. അത് ഓപ്ഷണലാണ് കേട്ടോ. കുഴഞ്ഞ് കിട്ടുന്നില്ല, അതാ നമ്മൾ ഇതുപോലെ ഇളക്കുമ്പോൾ കുഴഞ്ഞ് വരുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം കോൺഫ്ലവർ ചേർത്താൽ മതി. ഞാനിപ്പോൾ കോൺഫ്ലവർ ഒന്നും ചേർക്കുന്നില്ല. നന്നായിട്ട് കുഴഞ്ഞ് വരുന്നുണ്ട് ഇതുപോലെ ഇളക്കുമ്പോൾ. ഇനി മധുരം ഒന്ന് ചെക്ക് ചെയ്യട്ടെ. മധുരം കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ ഇതാ നമ്മുടെ ലഡുവിൻ്റെ മിക്സ് ഇതുപോലെ പാനിൽ നിന്ന് വിട്ട് വരുന്ന പാകത്തിലായിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സ്റ്റേജ് വരെ നമ്മളൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഞാൻ കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്തു കേട്ടോ. ഒരു 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്തു. മധുരം നോക്കിയപ്പോൾ കുറവായിട്ട്. ഇത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒന്ന് ഇളം ചൂടാവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഞാൻ ഇതേ പാനിൽ തന്നെയാണ് ഈ മിക്സ് വെക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം വേഗം ചൂട് മാറാനായിട്ട്. ഞാനിപ്പോൾ പാനിൽ തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് വെക്കുകയാണ്. നമുക്കൊന്ന് ഇളം ചൂടായിട്ട് ഉരുട്ടിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ ലഡുവിൻ്റെ മിക്സിൻ്റെ ചൂടൊന്ന് കുറഞ്ഞിട്ടുണ്ട്. നമുക്കിങ്ങനെ കയ്യിൽ പിടിക്കാൻ പറ്റുന്ന ചൂടേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്കൊന്ന് ഉരുട്ടിയെടുക്കാം. ഇത് നാളത്തേക്ക് കറക്റ്റ് സെറ്റായി വരുള്ളൂ. ഇപ്പോൾ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. ഇന്ന് തന്നെ കഴിക്കുന്നതിനേക്കാൾ ടേസ്റ്റ് നാളെ കഴിക്കുമ്പോഴാണ്. ഞാനൊരു കാഷ്നട്ടും കൂടി വെച്ചിട്ട് ഉരുട്ടിയെടുക്കാൻ പോവാണ്. നിങ്ങൾക്ക് റൈസിൻസോ കാഷ്നട്ടോ എന്ന് ഞാൻ പറഞ്ഞില്ലേ, ഏതെങ്കിലും ഒരെണ്ണം വെച്ചിട്ട് ഇതുപോലെ ഉരുട്ടിയെടുക്കാം. ഇപ്പോൾ വളരെ സോഫ്റ്റ് ആയതുകൊണ്ട് കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. പക്ഷെ നാളെയാണ് നമ്മളെ പോലെ വലിയവർക്കൊക്കെ ഇഷ്ടപ്പെടുക. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ക്യാരറ്റ് ലഡു എല്ലാം റെഡി ആയി കഴിഞ്ഞു. ഇത്രയല്ല കേട്ടോ, 2 എണ്ണം കൂടി ഉണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും എന്തായാലും ഈസി ആയിട്ടുള്ള ഈ ഒരു റെസിപ്പി ദീപാവലിക്ക് ഉണ്ടാക്കി നോക്കുക. വളരെ കുറച്ച് സമയം കൊണ്ട് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറന്നുപോയില്ലല്ലോ. പിന്നെ ഇഷ്ടമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.